യെസ്, ശ്രീ ഗോകുമാർ, ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യാഴാഴ്ച ക്യാമ്പസിൽ എത്തും അല്ലേ? കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനവും അന്നത്തെ ദിവസം വന്നേക്കാം. ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിലായിരിക്കും SFIയും അതുപോലെ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? അവര് അതിനുള്ള ഒരു ട്രയൽ റൺ ആണ് ഇപ്പൊ ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ഈ പറയുന്ന തീരുമാനം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ട്രയൽ റൺ ആണ് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത്. അത് ഞാൻ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ CPM ഈ കാര്യത്തിൽ ആസൂത്രണം ചെയ്ത സമരമാണ് ഇപ്പൊ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് SFIയുടെ ഒരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സമരമുഖത്തേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒന്നും മുൻകാലങ്ങളിൽ വന്ന് നേരിട്ട് എനിക്ക് അനുഭവമില്ല. ഇതിപ്പോ സർവകലാശാല ആസ്ഥാനത്തെത്തി അദ്ദേഹം ഈ സമരം തുടരണമെന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ SFIക്ക് ഇപ്പോ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്കെതിരെ അതുപോലെ തന്നെ ചാൻസലർക്കെതിരെ സമരം നടത്താൻ ആവശ്യമായ കുട്ടികളെ ഒന്നും കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. കഴിഞ്ഞ സിസാർ തോമസ് മഠത്തെ തടയാൻ വേണ്ടിയിട്ട് 10-15 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ 25-ാം തീയതി ഗവർണർ പങ്കെടുത്ത പരിപാടി, സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഷിജു ഖാൻ അലറി വിളിച്ചു, ഒരടി ഈ ഈ കലാലയത്തിലേക്ക് അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് അലറി വിളിച്ച് തിരുവനന്തപുരത്തെ മുഴുവൻ SFIക്കാരെയും കൂട്ടിയിട്ടും വളരെ ചെറിയൊരു സംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ അലറി വിളിച്ച് ആഹ്വാനം ചെയ്ത സമരത്തിൽ നിന്ന് വളരെ പരാജിതനായിട്ട് പിന്മാറേണ്ടി വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോ ഇത് അങ്ങനെ തന്നെ പരിസമാപ്തിയിലെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ സർവകലാശാലയുടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമവട്ട ശ്രമമാണ് ഇടതു സംഘടനകളും ഇപ്പോൾ അതിൽ SFI കൂടി അവര് നടത്തുന്നതെന്നുള്ളത് സ്പഷ്ടമാണ്. അതുപോലെ ശ്രീമാൻ റെജി ലൂക്കോസ് അങ്ങയുടെ ഒരു പരാമർശത്തിൽ പിണങ്ങി ഇറങ്ങിപ്പോയ സാഹചര്യം ഉണ്ടല്ലോ. ക്രിമിനൽ എന്നുള്ള പദം SFIക്കാരെ കുറിച്ച് ആദ്യം പറഞ്ഞത് മുൻ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹത്തെ അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിമർശിച്ചു, SFIക്കാരെ ക്രിമിനൽ എന്ന് വിളിക്കാൻ എന്ത് അവകാശമാണുള്ളത്. അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണം അദ്ദേഹം വിശദീകരിച്ചു. അപ്പോ അത്രയും അധികം ക്രിമിനൽ കേസുകളുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ആ സംഘത്തെ പിന്നെ എന്ത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ അങ്ങ് തൊട്ട് മുമ്പ് പറഞ്ഞു, പൂക്കോട് വെറ്ററിനറി കോളേജിലെ SFIക്കാര് ഒരു വിദ്യാർത്ഥിയും പഠിക്കാൻ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികളെ വളരെ ദയനീയമായിട്ട് കൊലപ്പെടുത്തിയ സംഭവം, അതിലും പ്രതികൾ SFIക്കാരാണ്. തൊട്ട് മുൻ വർഷം പാളയം അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് പിരിച്ചുവിട്ടു. അതും SFIയുടെ ക്രിമിനൽ സ്വഭാവം സഹിക്കാതെ വന്നിട്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടാണ് പിരിച്ചുവിട്ടത്. ഇപ്പൊ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ തരത്തിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് SFI വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം കത്തിക്കുത്ത് നടത്തുകയുണ്ടായി. അങ്ങനെയാണ് SFI തിരുവനന്തപുരം. ശ്രീ ഗോപകുമാർ, എനിക്ക് തോന്നുന്നത് ഏകദേശം 1 മാസമായി എന്ന് തോന്നുന്നു, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ തടയാൻ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കാൻ പോയ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി KU ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ളവരെ അവിടെ ചവിട്ടി വീഴ്ത്തിയത് നമ്മൾ കണ്ടതല്ലേ? ആ ചവിട്ടി വീഴ്ത്തിയവരാണ് ഇപ്പോഴും ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇവർക്കെതിരെ FIR ഇല്ല, ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇതാ മറ്റൊരു ചാനലിൽ CPMന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നത്, ഈ വിഷയത്തിൽ സർവകലാശാല വിഷയത്തിൽ സംസാരിക്കുന്നത് ആറ്റുകാൽ വാർഡ് കൗൺസിലറായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ്. അപ്പം നോക്കിയേ, പോലീസ് ഇതൊന്നും കണ്ട മട്ടേയില്ല. തന്നെയാണ് ഇവരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് ഇങ്ങനെ ഉദ്ഘോഷിക്കും. വളരെ 100% ക്രിമിനൽ സ്വഭാവം വെച്ച് പുലർത്തുകയും അത് പൊതുസമൂഹത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവരുമാണ്. അപ്പൊ അതൊന്ന് സൂചിപ്പിച്ചതിന്റെ പേരിലല്ല അദ്ദേഹം പിണങ്ങിയിറങ്ങി പോയത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട ചാൻസലർക്കാണ് സർവകലാശാലയെ സംബന്ധിച്ച് പരമാധികാരമുള്ളത്. അദ്ദേഹത്തിന് ഏത് സമയത്ത് സർവകലാശാലയിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സർവകലാശാലയിലെ ഈ അന്തരീക്ഷത്തെ സംബന്ധിച്ച് എല്ലാം റിപ്പോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച്. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച നിയമപരമായ ആ വിശദീകരണത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത്,
ഈ സിൻഡിക്കേറ്റിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ സംബന്ധിച്ച് ചാൻസലർക്ക് തീരുമാനമെടുക്കണമെങ്കിൽ സിൻഡിക്കേറ്റിന്റെ തന്നെ ഒരു വിശദീകരണം തേടണം എന്നുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടു. അത് സാധാരണ നിലയിലുള്ള സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് ആക്ഷേപമുള്ള പക്ഷമാണ്. ഇതിപ്പോ അങ്ങനെ സാധാരണ നിലയിൽ ഒരു സിൻഡിക്കേറ്റ് യോഗമല്ല കേരള സർവകലാശാലയിലെ ഇപ്പൊ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. അവിടെ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വൈസ് ചാൻസലർ മുൻകൂട്ടി അജണ്ട അംഗീകരിക്കണം. വൈസ് ചാൻസലർ അംഗീകരിക്കുന്ന അജണ്ട പ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിപ്പ് കൊടുക്കണം. അങ്ങനെ അറിയിപ്പ് കൊടുത്ത് അജണ്ട പ്രകാരം വിളിച്ചു ചേർത്ത യോഗം ആ അജണ്ടയിൽ ഒതുങ്ങി ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ചെയർ ചെയ്ത വൈസ് ചാൻസലർ തന്നെ യോഗം പിരിച്ചുവിട്ടു. മീറ്റിംഗ് ഡിസോൾവ്ഡ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പുറത്തു പോയ സമയത്ത് ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവരവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു സിൻഡിക്കേറ്റ് യോഗമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട പ്രകാരം ഒരു യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് എന്ന് കണ്ടാൽ വൈസ് ചാൻസലർക്ക് വീണ്ടും സിൻഡിക്കേറ്റിലേക്ക് അഭിപ്രായം തേടി കത്തെഴുത്ത് നിർദ്ദേശിക്കുക, അഭിപ്രായം ആരായാം. ആ അഭിപ്രായം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വീണ്ടും അറിയിക്കാം. അങ്ങനെ അറിയിക്കുന്ന തീരുമാനം വൈസ് ചാൻസലർക്ക് തള്ളാനും കൊള്ളാനുമുള്ള അധികാരമുണ്ട്. അത് കഴിഞ്ഞ സർവകലാശാലയിലെ ഒരു അധ്യാപകന്റെ പ്രൊമോഷൻ സംബന്ധിച്ച് സർവകലാശാലയിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അത് ചട്ടപ്രകാരമല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ചാൻസലറുടെ പരിഗണനയ്ക്ക് അയച്ചു. അങ്ങനെ ചാൻസലർ വീണ്ടും ആ വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം ചോദിച്ചുകൊണ്ട് മടക്കി അയച്ചു. വീണ്ടും അത് പാസ്സാക്കിക്കൊണ്ട് തന്നെ, അതായത് ആദ്യത്തെ തീരുമാനത്തിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ട് വൈസ് ചാൻസലറെ അറിയിച്ചു. ചാൻസലർ അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അപ്പൊ അത് ചട്ടപ്രകാരം ചേർന്ന ഒരു യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ തള്ളുന്നതിനോ കൊള്ളുന്നതിനോ മുൻപായിട്ടാണ്. അത് തള്ളിക്കളയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ചാൻസലർക്ക് മടക്കി അയക്കേണ്ടത്, സിൻഡിക്കേറ്റിലേക്ക് അയക്കേണ്ടത്. ഇവിടെ അത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു അജണ്ട അനുസരിച്ച് വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ടില്ലാത്തതിനാൽ അതൊരു സിൻഡിക്കേറ്റ് യോഗമായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നടപടിക്രമം ഇപ്പോൾ ഗവർണർക്ക് അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് എന്റെ പരിമിതമായ അഭിപ്രായം.